സമൂഹത്തിൽ 2 തരത്തിലുള്ള ആൾക്കാരാണ് ബ്രോഡർ സ്കെയിലുള്ളത്. അല്ലാത്ത എക്സെപ്ഷൻസ് ഉണ്ട് ഓഫ് കോഴ്സ്. ബട്ട് ബ്രോഡർ സ്കെയിലിൽ സമൂഹത്തിൽ പ്രൊഡക്ഷൻ നടക്കുന്നത്, പൊളിറ്റിക്കൽ എക്കോണമി നടക്കുന്നത് 2 തരത്തിൽ. ഒന്ന് ഉടമസ്ഥത കൊണ്ട് സമ്പാദിക്കുന്നവരും സ്വന്തം സ്കിൽ സെറ്റ് വിറ്റ്, അധ്വാനം വിറ്റ് സമ്പാദിക്കുന്ന 2 വിഭാഗം ആൾക്കാരാണ് ഈ എക്കോണമിയെ നിയന്ത്രിക്കുന്നത്. ഓഫ് കോഴ്സ് ദെയർ ആർ കൺസൾട്ടൻസ്, ദെയർ ആർ സെൽഫ് എംപ്ലോയിഡ്, ഫ്രീലാൻസേഴ്സ് എല്ലാം ഉണ്ട്. അല്ലെങ്കിൽ ചെറുകിട കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ബട്ട് അവരല്ല എക്കോണമിയെ എക്കോണമിയുടെ പ്രൊഡക്ഷൻ മോഡിനെ തീരുമാനിക്കുന്ന ഈ 2 വിഭാഗങ്ങളാണ്. ഒന്ന് ഉടമസ്ഥയുള്ളവരും ഉടമസ്ഥത ഇല്ലാത്തവർ, അല്ലെങ്കിൽ അവരുടെ അധ്വാനമാണ് അവരുടെ വിൽക്കാനുള്ള ചരക്ക്. അത് വിറ്റ് ജീവിക്കുന്നവരാണ്. വി ആർ എംപ്ലോയീസ്. നമ്മൾ അതാണ് ചെയ്യുന്നത്. ഞാൻ പഠിച്ച് ഒരു ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്ത്, അല്ലെങ്കിൽ ഒരു സ്കിൽ സെറ്റ് ട്രെയിനിങ് ചെയ്ത്, ഞാൻ ട്രെയിൻ ചെയ്ത് ഞാൻ പണിക്കിറക്കുന്നത് ഞാൻ എന്റെ അധ്വാന ശക്തി വിൽക്കാനാണ്. അതിന് കാശ് മേടിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. ബഹുഭൂരിപക്ഷം ജനങ്ങളും അതാണ് ജീവിക്കുന്നത്. സോ ഈ ലേബർ കോഡ് ഈ ബഹുഭൂരിപക്ഷം ജനങ്ങളെ ബാധിക്കുന്ന കാര്യത്തിനെ മാറ്റുന്ന ലേബർ കോഡാണ്. അപ്പൊ അത് മാറുമ്പോൾ നമ്മുടെ ജീവിതവും മാറും, നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറും, നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങളും മാറും, നമ്മുടെ ആരോഗ്യത്തെ വരെ ബാധിക്കാവുന്ന. ഇപ്പൊ 12 മണിക്കൂർ വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ഹെൽത്ത് ആൻഡ് സെക്യൂരിറ്റി, ഹെൽത്ത് സേഫ്റ്റിനെ ബാധിക്കുന്ന കാര്യമാണ്. നാളെ 9 മണിക്കൂർ നീ വർക്ക് ചെയ്താൽ പോരാ, 3 മണിക്കൂർ അഡീഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഹെവി ലോഡ്. കാരണം 9 മണിക്കൂർ നിങ്ങൾ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ നിങ്ങൾ ഓഫീസിലേക്ക് പോകാൻ തയ്യാറെടുക്കാനും തിരിച്ചു വരാനുമായിട്ട് അതിന്റെ ചെലവ്, യാത്ര, ബുദ്ധിമുട്ട്. ഇനി വർക്ക് ഫ്രം ഹോം തന്നെയാണെങ്കിൽ പോലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. 12 മണിക്കൂർ 3 മണിക്കൂർ അഡീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മാനസികമായി നിങ്ങളെ തളരും, ശാരീരികമായിട്ട് നിങ്ങൾ തരും, നിങ്ങളുടെ കുടുംബത്തിന് കൊടുക്കുന്ന അറ്റൻഷൻ സ്പാൻ കുറയും, നിങ്ങളുടെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ കൊടുക്കുന്ന സമയം കുറയും. ഇത് നിങ്ങളുടെ തൊഴിൽ എന്ന് പറഞ്ഞാൽ നിത്യ ചെയ്യേണ്ട കാര്യമാണ്. ഇറ്റ്സ് എ ഡേ ടു ഡേ ആക്ടിവിറ്റി. അതല്ലാണ്ട് വല്ലപ്പോഴും ചെയ്യുന്ന ആക്ടിവിറ്റി അല്ല. ഇപ്പൊ ഒരു വെക്കേഷന് പോകുന്നതിനല്ല ഇത് നിയമങ്ങൾ മാറ്റുന്നത്. ഇത് ഡെയിലി ആക്ടിവിറ്റി ആയിട്ടുള്ള നിങ്ങളുടെ തൊഴിലിനെ മാറണം. സോ അതിനെതിരെ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ അയ്യോ ഈ നാട്ടിൽ എന്തോ ഒരു സമരമാണ്, ഇതുകൊണ്ട് എന്താണ് നടത്താൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈ തൊഴിൽ സമരം കൊണ്ട് എല്ലാ ഗുണങ്ങളും കിട്ടി വീട്ടിൽ ടിവിയും കണ്ട് പോപ്കോണും കഴിച്ച് പിന്നെ ചായയും കുടിച്ചിരുന്നുകൊണ്ട് പരിഹസിക്കുകയാണ്. അവൻ അവിടെ വീട്ടിലിരിക്കുന്ന എന്തുകൊണ്ടാണ്? അവൻ അവിടെ വീട്ടിലിരിക്കുന്ന പറഞ്ഞാൽ പണ്ടുള്ള തൊഴിലാളികൾ സമരം ചെയ്തെടുത്ത ഇതുകൊണ്ടാണ് അവന് 2 ദിവസം ഓഫ് കിട്ടുന്നത്. അല്ലെങ്കിൽ അവനത് കിട്ടില്ല. അവൻ വല്ല ഫാക്ടറിയിലോ അല്ലെങ്കിൽ തൊഴിൽ സമയത്ത് ഇരുന്ന് പണിയെടുക്കേണ്ടത് അവനത് വീട്ടിലിരിക്കാനുള്ള സമയം പോലും അവന് കിട്ടുന്ന ഈ തൊഴിൽ സമരങ്ങളുടെ ഭാഗമായിട്ട്.